സ്വാസ്ഥ്യവും ജീവിതാനന്ദവും. ഇപ്പോൾ രമണ മഹർഷി സർക്കോമ എന്ന് പറയുന്ന ക്യാൻസർ ബാധിച്ച് അദ്ദേഹം സമാധിയാകുന്നതിന് മുൻപ് അദ്ദേഹം സമാധിയാവാൻ പോവുകയാണ്. അവസാനം പറഞ്ഞ വാക്ക് ഒരു മയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുള്ള ഒരു മയിൽ വന്ന് അവിടെ അകലെ ഇരുന്നപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞത് ആ മയിലിന് ഭക്ഷണം കൊടുത്തു. ആളുടെ ജീവൻ വെടിയാൻ പോവുകയാണ്. അത്ര സുഖകരമായിട്ടൊന്നല്ല ശരീരം ഇരിക്കുന്നത്, അത്രയും വേദനയിലാണ്. അപ്പോഴും ജീവൻ അവസാനത്തെ നിമിഷത്തിലെത്തി ജീവൻ വെടിയാൻ പോകുമ്പോൾ ആളുടെ കൺസേൺ ആ മയിലിന് ഭക്ഷണം കൊടുത്തില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് ആ കൺസേണാണ്. പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് രമണ മഹർഷിനെ കാണാതാവും. ഒരു ദിവസം കാണാതാവുന്നു, എല്ലാവരും തപ്പിപ്പോവും. ആൾക്കൂട്ടം എങ്ങനെ ഇരിക്കുകയാണ് ചുറ്റും, മഹർഷിനെ കാണുന്നില്ല. ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ കുറച്ചങ്ങ് മാറിയിട്ടുള്ള ഒരു കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമുണ്ട്, പൊന്തക്കാടുണ്ട്. ആ പൊന്തക്കാട്ടിൽ ചൊറി പിടിച്ച് ആകെ എല്ലും തോലി മാത്രമായിട്ടുള്ള ഒരു നായേനെ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന രമണ മഹർഷിനെ കാണാം. അതിൻ്റെ കരച്ചിൽ കേട്ട് പോയതാണ്. എന്നിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ നായ കണ്ണടച്ച് മരിച്ചു. നമ്മളൊക്കെ തലോടുന്ന നായ എങ്ങനെയാണ്? നല്ല ബ്രാൻഡാണ്, ബ്രീഡുകൾ, നല്ല ഭംഗിയുള്ള ഒരുവിധം കുഴപ്പമില്ലാത്ത നായകളൊക്കെ നമ്മൾ സ്നേഹിക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. നല്ല പൂച്ച, നല്ല നായ. അവരങ്ങനെയല്ല. ജീവനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, മനുഷ്യനെ സ്നേഹിക്കുക എന്നല്ല അർത്ഥം. നിങ്ങൾ മനുഷ്യസ്നേഹിയാകൂ എന്നല്ല മഹർഷി പറയുന്നത്, സ്നേഹിയാകൂ എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക നമ്മൾ മനുഷ്യസ്നേഹമുള്ളവരോ, കാരണം നമുക്ക് മനുഷ്യർ മാത്രമാണ് നമ്മൾക്ക്. അവിടെ ആ മനുഷ്യൻ ചെയ്യുന്നത് എന്താ? നേരെ പോയി ആ പൊന്തക്കാട്ടിൽ പോയി ആരെ വന്നിരിക്കുന്നതൊക്കെ വിദേശത്തുനിന്നും പല രാജ്യങ്ങളിലും വന്ന ആളുകൾ ഗുരുവിൻ്റെ രമണ മഹർഷിയുടെ വിശുദ്ധമായ മൊഴികൾ കേൾക്കാനിരിക്കുമ്പോൾ ഒരു ചെറിയ ഞരക്കം കേട്ടിട്ട് എണീറ്റ് പോയിരിക്കുകയാണ്. ചൊറി പിടിച്ച് മനുഷ്യരടുക്കാത്ത ആ നായനെ സ്നേഹത്തോടെ തൻ്റെ മടിയിലിരുത്തി മെല്ലെ തലോടി അതിനെ മരിക്കാൻ അനുവദിക്കുകയാണ്. ഇനി നാരായണ ഗുരുവിൻ്റെ ജീവിതം എടുക്കാം. നാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതൊന്നുമല്ല വിപ്ലവം. അതൊരു നല്ലൊരു കാര്യം. പക്ഷെ അന്നവിടെ നടത്തിയ മറ്റൊരു വിപ്ലവമുണ്ട്. ഈ ശിവപ്രതിഷ്ഠ ഒക്കെ നടത്തിയിട്ട് നാരായണ ഗുരു ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും തൊട്ടടുത്ത് ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കുട്ടികൾ അകലെ മാറി നിൽക്കുന്നു. അപ്പോൾ ഗുരു അങ്ങോട്ടേക്ക് നോക്കി. എന്നിട്ട് ഗുരു ചോദിച്ചു, അതെന്താണ് ആ കുട്ടികൾ അവിടെ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു. അത് ഈഴവരേക്കാൾ കുറഞ്ഞ ജാതിക്കാരാണ്. നമ്മൾ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് എപ്പോഴും പറയും, ഈഴവർക്കും കുറഞ്ഞവരുണ്ട്, അവരടുപ്പിക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പരിങ്ങി പറഞ്ഞു, അല്ല ഗുരു, അവരിങ്ങനെ കുറഞ്ഞ ജാതി എന്നൊക്കെ ഗുരുവിനോട് പറയാനും പറ്റില്ലല്ലോ. ഗുരു അവരെങ്ങോട്ട് വിളിച്ചു, രണ്ട് കുട്ടികളെ. രണ്ട് കുട്ടികളും ഗുരുവിൻ്റെ അടുത്ത് വന്ന് നിന്നു. ഗുരു അവരെ ചേർത്ത് പിടിച്ചപ്പോൾ ആ രണ്ട് കുട്ടികളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നുവെന്നും ഗുരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെന്നും ആണത് കണ്ടുകൊണ്ടിരുന്ന ആൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതാണ് ചരിത്രം, അതാണ് നമ്മൾ റിയൽ പ്രതിഷ്ഠ, അതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതാണ് നാരായണ ഗുരു നമ്മളോട് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. നമ്മളോട് അടുപ്പിക്കാതെ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തള്ളി മാറ്റി നിർത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളവരെ, അത് മനുഷ്യനാവാം, പൂച്ചയാവാം, നായയാവാം, വൃക്ഷങ്ങളാവാം, എന്തും ആവാം, ഗംഗയാവാം, ഹിമാലയമാവാം, എന്തും ആവാം. നമ്മൾ ഒരു ശ്രദ്ധയും കൊടുക്കാതെ, ഉത്തരവാദിത്വമില്ലാതെ നമ്മളിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തിയിട്ടുള്ള, നമ്മളിൽ നിന്ന് അകന്നു നിന്നതിനെ മുഴുവൻ ബോധപൂർവം കരുണയോടെ ഉണർന്ന് ചേർത്ത് പിടിക്കാനും അവരിലേക്ക് ചേർന്ന് ചെല്ലാനും കഴിയുന്നിടത്താണ് സമാധാനത്തിലേക്കുള്ള വഴി, റിയലായിട്ടുള്ള സ്വസ്ഥതയിലേക്കുള്ള വഴിയെന്ന് നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാർ ഇവരാണ്. അല്ലെങ്കിൽ ഇവരെ എഴുതി വെച്ച ആത്മോപദേശ ശതകമോ ഉപദേശസാരമോ കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അവരുടെ ജീവിതം നമ്മൾ എത്രമാത്രം ആകർഷിക്കുന്നത് അവർക്ക് എപ്പോഴും അവരുടെ ചുറ്റുപാടിനോടുണ്ടായിരുന്ന കൺസേണാണ്. അതിനെയാണ് പ്രകൃതി ആസ്വാദനം എന്ന് പറയുന്നത്. അത് ചുമ്മാ ആസ്വദിച്ചു വരാനുള്ളതല്ല, അത് നമ്മൾ ഉത്തരവാദിത്തത്തോടെ നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സ്പേസാണ്. അപ്പം അങ്ങനെ ഉത്തരവാദിത്തമുള്ളവരായി പ്രകൃതിയോടും മനുഷ്യരോടും മനുഷ്യേതര ജീവികളോടൊക്കെ കരുണയും സ്നേഹവും ഉത്തരവാദിത്തമുള്ളവരായിട്ട് മാറുന്നിടത്താണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന
ആലസ്യത്തിൽ നിന്ന്, വിരസതയിൽ നിന്ന്, പലതരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയൂ എന്നാണ് ലോകത്തിലുള്ള എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞിട്ടുള്ളത്. അതാണ് റിയലായിട്ടുള്ള ആസ്വാദനം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് രമണ മഹർഷി പറഞ്ഞ മറുപടി അതിന് മറ്റുള്ളവർ ഇല്ലല്ലോ എന്നാണ്. കാരണം അദ്ദേഹത്തിന് മറ്റുള്ളവർ എന്ന് പറഞ്ഞിട്ടൊന്നില്ല, എല്ലാം താൻ തന്നെയായിട്ട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ചൊറി പിടിക്കുമ്പോൾ ഞാൻ എത്രമാത്രം അസ്വസ്ഥനാകുമോ അതുപോലെ അദ്ദേഹം ചൊറി പിടിച്ച് പൊന്തക്കാടിൽ കിടക്കുന്ന ആ നായയിൽ അസ്വസ്ഥനാകുന്നു. അവിടെ എണീറ്റ് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കാതെ മഹർഷിക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം അത് തൻ്റെ ചൊറിച്ചിലാണ്, തൻ്റെ ചൊറിയാണ്. അങ്ങനെ അനുഭവിക്കാൻ കഴിയുക, ലോകത്തിലുള്ള എല്ലാവരുടെയും സന്തോഷം എൻ്റെ സന്തോഷമായിട്ടും ലോകത്തിലുള്ള പ്രകൃതിയിലുള്ള സർവ്വതിൻ്റെയും വേദന എൻ്റെയും വേദനയായിട്ടും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സെൻസിറ്റിവിറ്റി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്വസ്ഥതയ്ക്കുള്ള വഴി, സമാധാനത്തിലേക്കുള്ള വഴി. അതാണ് എനിക്കതിന് പറയുള്ളത്.